സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. തിരുസഭയിലൂടെ നാം യാത്ര തുടരുകയാണ്. ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ 40 വർഷം വാഗ്ദാന ദേശത്തിനു വേണ്ടി, കാനാൻ ദേശത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ അവിടെ പ്രവേശിച്ചു. മരണയോർദാൻ കടന്ന് നാമും നിത്യമായ ജീവിതത്തിലേക്ക്, നിത്യമായ പരദീസ അനുഭവത്തിലേക്ക്, നിത്യമായ ജീവിതത്തിലേക്ക് നാമും പ്രവേശിക്കേണ്ടവരാണ്. അത് നല്ല ഉറപ്പോടെ, നല്ലൊരു ബോധ്യത്തോടെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു ചിന്തയാണ്. ഈ ലോകത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി തൽക്കാലം ഒരു ജീവിതം കഴിഞ്ഞ് നമ്മൾ ശൂന്യതയിൽ അലിഞ്ഞു ചേരുന്നവരല്ല, ഇല്ലാതായി പോകുന്നവരല്ല. ദൈവം തൻ്റെ സ്വന്തം ഛായയിലാണ് മനുഷ്യരെ, നമ്മൾ ഓരോരുത്തരും മനുഷ്യരായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവമക്കളായി നിത്യതയിൽ ദൈവത്തോടൊത്ത് ജീവിക്കേണ്ടവരാണ്. ഈയൊരു ചിന്ത, ഈയൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ നവംബർ മാസം പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കളുടെ മാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമുക്ക് ഒരുപക്ഷെ എങ്ങനെയൊക്കെ ജീവിച്ചാലും നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നേ പെടൂ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നവരുണ്ട്. നമ്മൾ എങ്ങനെ ജീവിച്ചാലും ഈ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നേ പറ്റൂ എന്നൊക്കെ. പക്ഷെ നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് വിശുദ്ധിയുടെ അഗ്നിയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് യേശു പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനം അഭിമാനിക്കുകയാണ് യേശുവിന്റെ മുമ്പിൽ. യേശു പറയാണ്, നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്നോർത്ത് നിങ്ങൾ അഭിമാനിക്കേണ്ട. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയില്ലെങ്കിൽ നിങ്ങൾ അടിമകളായിരിക്കും. ദൈവപുത്രനായ യേശു ക്രിസ്തു നിങ്ങളെ യഥാർത്ഥ സ്വതന്ത്രമാക്കി നിങ്ങൾക്ക് നിത്യജീവനിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു സാധ്യത നമുക്ക് നിത്യജീവൻ, അതായത് കത്തോലിക്ക സഭയുടെ നമുക്കറിയാം, കാത്തലിക് ചർച്ച് അനുസരിച്ച് നമ്മൾ സഭ 3 തലമാണ്. വിശുദ്ധരുടെ സമൂഹം, വിജയസഭ, 2-ാമത്തേതാണ് സഹനസഭ, 3-ാമത്തേത് നമ്മൾ ഈ ഭൂമിയിൽ സമരസഭ. അപ്പൊ സമരസഭയിലായിരിക്കും നമ്മൾക്ക് തീർച്ചയായും വിജയസഭയിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. എത്ര എളുപ്പമല്ല. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മളത് അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവിൻ. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ യേശു നിത്യതയിലേക്ക് കടന്നുപോയ, പിതാവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കടന്നുപോയ ദൈവപുത്രനാണ്. യേശുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാലഘട്ടം എന്ന് പറയും. ഇതുപോലൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നോഹയും ഒക്കെ ദൈവത്തിൽ വിശ്വസിച്ചവരാണ്. പക്ഷെ അവരൊക്കെയും ഈ പാതാള അനുഭവത്തിലൂടെ കടന്നുപോയവരാണ്. യേശുവിന്റെ കാലം വരെ എല്ലാവരും തിന്മയാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ പാതാളം അല്ലെങ്കിൽ ഡിസെൻഡഡ് ഇൻ ടു ഹെൽ എന്നാണ് നമ്മൾ ബൈബിൾ വിശ്വാസ പ്രമാണത്തിലൊക്കെ പറയാം. സങ്കീർത്തനം 68 നമ്മൾ പറയുന്നുണ്ട്, അവൻ ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കുട്ടിക്കൊണ്ടാണ് യേശു ആരോഹണം ചെയ്തതെന്നൊക്കെ. അപ്പോൾ നമ്മളുടെ ഈ കാലഘട്ടം നമുക്ക് ഈ പീഡകളുടെ ലോകത്തേക്ക് പോകാതെ തന്നെ നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് യേശു പറയാണ് യോഹന്നാൻ 8:35 പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്, നിങ്ങൾ ഒരിക്കലും അടിമകളല്ല എന്ന് പറയുമ്പോൾ പീഡിപ്പിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പുത്രൻ നിങ്ങളെ സ്വതന്ത്ര എന്ന് പറയുമ്പോൾ പുത്രന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചാണ്, അവന്റെ 2-ാമത്തെ വരവെങ്കിൽ നാം വിശുദ്ധിയിൽ ജീവിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുകയാണെങ്കിൽ നൊടിയിട കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെടും. നമ്മൾ യേശുവിന്റെ ശരീരം പോലെ, അല്ലെ യേശുവിന്റെ രൂപം പോലെ നമ്മളുടെ ആ മഹത്വമേറിയ രൂപമായിട്ട് നമ്മളും രൂപാന്തരപ്പെടും. പൗലോസ്ലീഹ എഴുതിയ കൊരിന്ത്യർ 1 കൊരിന്ത്യർ 15 ഇനി യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 3 ഒക്കെ പറയുന്നുണ്ട്,
ഈ പ്രത്യാശയുള്ളവൻ അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയവര്, യേശുക്രിസ്തുവിനെ ആത്മാവിൽ അറിഞ്ഞവര്, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ഇനിമേൽ ഞങ്ങൾ അന്യരോ പരദേശികളോ അല്ല, നിങ്ങൾ ദൈവമക്കളും ദൈവഭവനത്തിന്റെ അവകാശികളുമാണ്, അടിമകളല്ല. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടായിരുന്ന അതേ ആത്മാവിനെ തന്നെയാണ്, പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമുക്ക് മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ ഈ ഭൂമിയിലെ സഭാജീവിതം ഈ നമ്മുടെ ഉള്ളിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന് നഷ്ടപ്പെട്ടു പോകാതെ ദാവീദ് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. കാരണം ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ നിത്യതയിലേക്ക്, വിശുദ്ധരുടെ കൂട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ലെ, നമ്മൾ വെളിപാടിൽ വായിക്കുന്നുണ്ടല്ലോ, 7-ാമത്തെ അധ്യായത്തില് വിശുദ്ധരുടെ വലിയൊരു സമൂഹം. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ. അവർ വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നിരുന്നു. ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് അവര് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തുതി, ആധിപത്യവും മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന്. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്ക് അറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. ദൈവരാജ്യം ഇടുങ്ങിയ വാതിലിലൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുമെന്ന് യേശു പറഞ്ഞതാണ്. നാശത്തിലേക്കുള്ള വാതിൽ വിശാലമാണ് ഈ ഭൂമിയിൽ. അതിലൂടെ പോകുന്നവർ വളരെയേറെയാണ്. ഇടുങ്ങിയ വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ സഹനങ്ങളിൽ, യേശു ലൂക്ക 9:23 പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ സ്വയം പരിത്യജിച്ച, നിങ്ങൾ തന്നെ പരിത്യജിച്ച്, പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരമൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. ഞാൻ എന്നുള്ള ഭാവം അത് പൈശാചികമാണ്. ദൈവം ഏകനാണ്, ദൈവം സത്യവാനാണ്, ദൈവം പരിശുദ്ധനാണ്, ദൈവം ഉന്നതനാണെന്ന് ചിന്തിച്ചിരുന്ന മാലാഖമാരിൽ ലൂസിഫറിന്റെ കൂട്ടം ദൈവത്തെക്കാളും ഉന്നതമായ അവനായിരിക്കുന്നതിന്റെ മുകളിൽ ഞാൻ കയറും എന്ന് പറഞ്ഞാൽ ഏഷ്യായുടെ നമ്മളെ പ്രവചനങ്ങൾക്ക് വായിക്കുന്നുണ്ട്. അവര് നിത്യമായ നിത്യമായ അവർ താഴ്ത്തപ്പെട്ടു, സ്വയം അവർ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടെന്നും. അപ്പൊ ഈ ഭൂമിയിൽ നമ്മളോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വയം താഴുക എന്നാ പറഞ്ഞത്. If you really want to follow me, deny yourself. നമ്മൾ ഞാൻ എന്തോ ആണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഒന്നുമല്ല, എൻ്റെ ദൈവമേ, എല്ലാം നീയാണ്, നീ മാത്രമാണ്. ഇത് വിശുദ്ധരുടെ ചിന്താഗതിയാണ്. ഈ ഒരു മനോഭാവം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ, പക്ഷെ അതൊരു ഇടുങ്ങിയ വഴിയാണ്. അല്ലെ, ഈശോ പറഞ്ഞില്ലേ, ആരെങ്കിലും നിന്റെ ഇടത്തെ കരണത്തെ അടിച്ചാൽ വലത്തെ കരണം കാണിച്ചു കൊടുക്കുക. സ്വാഭാവികമായി നമ്മുടെ സ്വഭാവം അടിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് എന്നെ അടിച്ചത്? ഇങ്ങോട്ടൊന്ന് അങ്ങോട്ട് 2 കൊടുക്കും. ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 2 പറയും. കാരണം നമ്മൾ ആ പറഞ്ഞ് നമ്മളുടെ മനസ്സൊന്ന് ശാന്തമായാൽ നമ്മളുടെ വിചാരം നമ്മൾ ജയിച്ചു എന്നാണ്. അത് പൈശാചികമാണ്. യേശുവിനെ നമുക്കറിയാം, അവൻ മൗനം പാലിച്ചു. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവനെ കുറ്റം ആരോപിച്ചപ്പോഴും കള്ളസാക്ഷികളും നിരന്തരമായി വന്ന് അവനെതിരെ അതിതൊക്കെ പറഞ്ഞപ്പോഴും അവനൊന്നും മിണ്ടിയില്ല. അതെല്ലാം സ്വയം അങ്ങ് സഹിക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്. ഫിലിപ്പിയരിൽ പൗലോസ് പറഞ്ഞ പോലെ, ആകയാൽ അവന് ഏറ്റവും അധികം ഉയർത്തപ്പെട്ടു. അവൻ തന്നെ താഴ്ത്തിയതിനാൽ അവൻ അത്യധികം ഉയർത്തപ്പെട്ടു. എല്ലാ നാമത്തിനും ഉപരിയായൊരു നാമം അവന് ലഭിക്കുകയും ചെയ്തു. ഇത് നമ്മൾ അറിയേണ്ടതാണ്. യേശു ദൈവപുത്രൻ മനുഷ്യനായി വന്നിട്ട് ശാന്തനായി മൗനമായി മിണ്ടാതിരുന്ന സഹനം സഹിച്ചുകൊണ്ട് പോയത് എന്തിനാണ്? താൻ എവിടെ നിന്ന് വന്നു അവിടേക്ക് തിരികെ ഈ ഭൂമിയിലേക്ക് വന്ന് താൻ വന്ന പിതാവിന്റെ അടുത്തേക്ക്, നിത്യതയിലേക്ക്, വിശുദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ഭൂമിയിൽ ഈ ഒരു മനോഭാവം ആവശ്യമായിരുന്നുവെന്ന് യേശു അറിഞ്ഞുകൊണ്ട് തന്നെയാണ്
ദൈവിക ജ്ഞാനത്തിലൂടെ ഒരു വാക്ക് ഉരിയാടിയില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് മുഖവും അവൻ കാണിച്ചു കൊടുത്തു. നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചു കളഞ്ഞില്ല. വലിയ ഞെരുക്കമാണ്. എന്തിനാണ് ഇത്? സ്വർഗത്തിലേക്ക്, നിത്യതയിലേക്ക് പ്രവേശിക്കാൻ ഇത് ആവശ്യമാണ്. ഇത് യേശു ചെയ്തെങ്കിൽ നമ്മളും എന്തുമാത്രം എളിമപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കും ഈ ഭൂമിയിൽ സമരസഭയിൽ നിന്ന് അനേക വിശുദ്ധരല്ലേ. നമ്മൾ ഈ വിശുദ്ധർ എന്ന് പറയുന്നത് അവര് വിശുദ്ധിയിലേക്ക് കടന്നുപോയവരാണ്. ഈ ഭൂമിയിൽ തന്നെ ആയിരുന്നപ്പോൾ വിശുദ്ധി ജീവിച്ചുകൊണ്ട് വിശുദ്ധ സഭയിലേക്ക് കടന്നുപോയവരാണ് വിശുദ്ധരുടെ സമൂഹം എന്ന് പറയുന്നത്. നമുക്കും അതിലേക്ക് കടന്നു ചെല്ലാനുള്ള യോഗ്യത യേശുക്രിസ്തുവാണ് നേടിത്തന്നത്. അപ്പൊ നമ്മളുടെ ഈ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഓർക്കും. പരിശുദ്ധാത്മാവിനെ നമ്മൾ നിരന്തരം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ സൂക്ഷിക്കണം. അല്ലെ, നമുക്ക് സഭയിലൂടെ അല്ലെ, നമ്മൾ മനുഷ്യരാണ്, പാപം ചെയ്യാത്തവരാരുമില്ല. വിശുദ്ധരുടെ ഗണത്തിൽ ആരും പാപം ചെയ്യാത്തവരില്ല. എത്രയോ വലിയ പാപികളായിരുന്നു അനേകർ വിശുദ്ധരായിട്ട് മാറിയത്. അല്ലെ, അവരൊക്കെയാണ് വിശുദ്ധിയിലേക്ക് കടന്നുപോയവരാണ്. അപ്പൊ യേശു ക്രിസ്തുവിലൂടെയാണ്. പഴയ നിയമത്തിൽ ഇല്ലായിരുന്നതാണ്. ഞാൻ പറഞ്ഞു, അബ്രാഹത്തിന്റെ കാലത്തോ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ കാലത്തോ നമ്മൾ വംശാവലി നോക്കുമ്പോൾ സോളമന്റെ കാലത്തോ ഒന്നും ഇല്ലാതിരുന്നാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും എന്ന് പറയുന്ന ഒരു മേഖലയാണ്. കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്നും ഉണ്ടായിരുന്നോ? എന്നാൽ പുത്രൻ മനുഷ്യനായ ലോകത്തിലേക്ക് വന്ന് അവൻ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി നമ്മളെ പാപികളെ തേടി വന്ന, നമ്മുടെ നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മെ തേടി വന്ന നമ്മുടെ പാപം അവന്റെ മേൽ, നമ്മളെ നിത്യനാശത്തിലേക്കും പീഡനങ്ങളിലേക്കും പോകാൻ സാധ്യതയുള്ള നമ്മുടെ അശുദ്ധി അവന്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ നമ്മളെ വിശുദ്ധീകരിച്ചു. ഈ ഭൂമിയിൽ സഭയിലായിരിക്കുമ്പോൾ അവന്റെ ആ വിശുദ്ധീകരണത്തിലൂടെയാണ് നാം കടന്നു പോകുക. കുദാശകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ നിത്യതയിലേക്ക്, വിശുദ്ധിയിലേക്ക് കടന്നു പോകാൻ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മുടെ ആത്മാവിൽ വസിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ മരണത്തിന് മുമ്പായിട്ട് ആള് കുമ്പസാരിപ്പിക്കണമെങ്കിൽ കുമ്പസാരിപ്പിക്കുന്ന വിശുദ്ധ കുർബാന കൊടുക്കുന്നു. അന്ത്യകുദാശ, നമ്മൾ രോഗീലേപനം എന്നൊക്കെ പറയുന്നു. ആ ആത്മാവിനെ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു യോഗ്യത നേടിക്കൊടുക്കുകയാണ്. ഈശോയുടെ കൂടെ വലത്തുവശത്ത് കിടന്ന ആ കള്ളൻ അല്ലേ, അവന് ഒരു കാര്യവും നന്മ ചെയ്തതായിട്ട് പറഞ്ഞു. അവൻ കുരിശിൽ കിടക്കാണ് യേശുവിന്റെ വലത്തുവശത്ത്. അവനൊരു കള്ളനായിരുന്നു, കൊലപാതകിയായിരുന്നു. ഓർത്തു നോക്കണം, അവൻ സ്വർഗം മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ആലങ്കാരികമായിട്ട് ഏറ്റവും വലിയ കള്ളനായിരുന്നവൻ സ്വർഗവും മോഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? ക്രിസ്തുവിനെ മോഷ്ടിച്ചു. ആദ്യം ക്രിസ്തുവിനെ മോഷ്ടിച്ചു, ക്രിസ്തുവിനെ സ്വന്തമാക്കി. ലോകത്തിൽ എന്തെല്ലാമാണോ വിലയുള്ളതായി കരുതുന്നത് അതൊക്കെ കളഞ്ഞിട്ട് അവൻ ക്രിസ്തുവിനെ, അവനിൽ ആശ്രയിച്ചു. കുരിശ് കിടക്കുമ്പോൾ അവന്റെ യേശുവിന്റെ മനോഭാവം കണ്ടുകൊണ്ട് ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നുവെന്നും കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അനേകർ പറയുന്നത് അവൻ കേട്ടു. അവന്റെ ഉള്ളം അവൻ കർത്താവിന്റെ പാദങ്ങളിൽ അടിയറവെച്ചു. ഒരു നിമിഷം, ഒറ്റ നിമിഷം, ഒരു ജീവിതം മുഴുവനും കള്ളനായി ജീവിച്ചിട്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒറ്റ നിമിഷം അവരുടെ ജീവിതം മുഴുവനും. ഇതാണ് വലിയ അത്ഭുതം, യേശു ക്രിസ്തുവിലൂടെയുള്ള അത്ഭുതം. അവന്റെ മുമ്പിലേക്ക് ജീവിതം അടിയറ വെച്ചുകൊണ്ട് അവൻ ഹൃദയം തുറന്നു. ചുമ്മാ ഒന്നുമല്ല, ഹൃദയം തുറന്നിട്ട് അതിരം കൊണ്ട് പറഞ്ഞു അല്ലേ, യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അതിരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത, അല്ലെങ്കിൽ യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചുവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഇനിയുള്ളവരെ, നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മൾ ഭയത്തോടെ അടിമത്തത്തിൽ, ഞാൻ എത്ര ജീവിച്ചാലും ഞാൻ പീഡന സ്ഥലത്തേക്ക് ആയിരിക്കുമല്ലോ പോകുന്നതെന്ന് ചിന്തിക്കണം. നേരെ മറിച്ച് നമ്മുടെ നിത്യതയെ സ്വപ്നം കാണണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി എത്രയോ അവസരങ്ങളാണ് നമുക്ക്, ഞെരുക്കത്തിൻ്റെ എത്രയോ അവസരങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും കിട്ടുക. മനുഷ്യരാണ് നമ്മൾ, ബലഹീനരാണ്. പക്ഷെ എൻ്റെ ദൈവമേ അല്ലേ, നമ്മുടെ മനസ്താപ പ്രകരണം, എനിക്ക് തെറ്റിപ്പോയി കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി, മനസ്സാ വാച കർമ്മണ ഞാൻ അങ്ങേക്കെതിരായി ദൈവമേ തെറ്റ് ചെയ്തു പോയി, എന്നോട് ഹൃദയം തുറന്നുകൊണ്ട് അവിടെ യേശുവിൻ്റെ ആത്മാവിനെ തന്നെ നമുക്ക് തന്നുകൊണ്ട് നമ്മളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ആ
കള്ളനോട് ഈശോ എന്താ പറഞ്ഞു? ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. ഓർത്ത് നോക്കണം, ഈ ലോകത്തിൽ ഇത്രയും മോശമായി ജീവിച്ചൊരു മനുഷ്യനാണ്. ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ യേശുവിനെ സ്വന്തമാക്കണം. ഈ ഭൂമിയിൽ ഏത് ക്രിസ്ത്യാനിയും, നമുക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം, സഭയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടുമെന്ന് നമുക്ക് സ്വന്തമാക്കാൻ. പക്ഷെ യേശുവിനെ സ്വന്തമാക്കുന്നില്ലെങ്കിൽ നമുക്ക് നിത്യജീവനില്ല. യേശുവിൻ്റെ ആത്മാവാണ് നമുക്ക്, പരിശുദ്ധാത്മാവ നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ, പ്രത്യേകിച്ച് ഞാൻ ഓർത്ത് ഈ 2 ആഴ്ച കഴിഞ്ഞ് നാം ക്രിസ്തുരാജന്റെ തിരുനാൾ, അവൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നതിൻ്റെ ഓർമ്മ തിരുനാളാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി ഒരു റിഹേഴ്സൽ നടത്തുകയാണ്. ഇപ്പോൾ അവൻ വരികയാണെങ്കിൽ നമ്മൾ റെഡിയാണോ? ഞാൻ ഓർമ്മിച്ചു, ഫയർ ഡ്രില്ല് പോലെ ജോലി സ്ഥലത്തൊക്കെ ഫയർ ഡ്രില്ല് നടത്തുള്ളൂ. യഥാർത്ഥ തീ ഉണ്ടാകുവാണെങ്കിൽ, തീ പിടിക്കുകയാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയർ ഡ്രില്ലൊക്കെ ഉള്ളതുപോലെ ഈ ഭൂമിയിൽ നമ്മൾ തിരുസഭയിലൂടെ ഒരുക്കതാണ് ഈ പറയുന്ന സുവിശേഷത്തിലൂടെ. അല്ലെങ്കിൽ നോമ്പ് കാലം, ഡിസംബർ മാസം നമ്മൾ 25 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? നമ്മൾ ക്രിസ്മസിനുള്ള ഒരുക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. അത് ക്രിസ്മസിനുള്ള ഒരുക്കം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ക്രിസ്തുവുമായി ഒന്നായി തീരാനുള്ള ഒരുക്കമാണ്. ഇനിയും വലിയ നോമ്പ് വരുന്നു, 50 നോയമ്പ്. അതെന്തിനു വേണ്ടിയാണ്? നോമ്പ് കഴിഞ്ഞ് നമുക്ക് പിന്നെ പഴയ പോലെ ആ പഴയ ജീവിതാവസ്ഥയിലേക്ക് തിരികെ, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക്. അങ്ങനെയല്ല. ക്രിസ്തുവിനെ പോലെ നാം ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നാം മരിക്കുകയാണെങ്കിൽ നിത്യജീവനിലേക്ക്, വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത നേടേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. സഭ ഇങ്ങനെ ഒരു കാലഘട്ടം വെച്ചിരിക്കുന്നതോട് നമുക്ക് എപ്പോഴും, ഏത് നിമിഷവും നമുക്ക് ഉപവസിക്കാം, ഏത് നിമിഷവും നമുക്ക് അവന്റെ ആത്മാവിൽ നിറയാനായിട്ട് ആഗ്രഹിക്കാം. അത് മനുഷ്യൻ മറന്നുപോകാൻ സാധ്യതയുള്ളതിനാണ് സഭ ഇങ്ങനെ ചില പ്രത്യേക കാലങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മളറിയണം പറയുള്ളവരെ. വെളിപാടിൽ പറഞ്ഞോളൂ, ഇവര് വലിയ ഞെരുക്കത്തിലൂടെ കടന്നു വന്നവരാണ്. ഈ ഭൂമിയിൽ കഷ്ടം സഹിച്ച്, ഞാൻ ഇടയ്ക്കൊക്കെ ഓർപ്പിച്ച് ഇന്നലെയൊക്കെ പറഞ്ഞു, നമുക്ക് കഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് കഷ്ടതയുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിന്റെ വഴിയിലാണ്, വിശുദ്ധരുടെ ഗണത്തിലാണ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ. കാരണം പത്രോസ്ലിയ പറഞ്ഞിട്ടുണ്ട്, സഭയുടെ മാർപ്പാപ്പ, ആദ്യത്തെ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം പോലെ 1 പത്രോസ് 4:1-2 പറയുന്നുണ്ട്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ഒരു സഹനവും വേണ്ട എന്ന് വെച്ചില്ല അവൻ. എല്ലാം മൗനമായി നിന്ന് സഹിച്ചു. സാത്താനെ തോൽപ്പിച്ച് പറയും, തിന്മയ്ക്ക് സാത്താന് പറ്റാത്തതാണ്. സഹിക്കാനും പറ്റില്ല, ക്ഷമിക്കാനും പറ്റില്ല, സ്നേഹിക്കാനും പറ്റില്ല. സാത്താൻ ഇല്ലാത്ത ആയുധമാണ്. സ്നേഹവും ക്ഷമയും സഹനവും ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുധങ്ങളാണ്. കർത്താവിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിനെന്ന് എഫേസ്യസ് 6 തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ. അപ്പോൾ നമ്മൾ ഈ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ തിന്മയെ ജയിക്കാൻ നമുക്ക് അവൻ്റെ അടിമത്തത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, സാത്താൻ്റെ അടിമത്തത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ യേശു ആ വഴിയാണ് കടന്നുപോയത്, പരിശുദ്ധി അമ്മ ആ വഴിയാണ് കടന്നുപോയത്. ഹൃദയത്തിലൂടെ 7 വ്യാകുലവാൾ കടന്നു പോകുമെന്ന് പറഞ്ഞു. അങ്ങേയറ്റം ഞെരുങ്ങിയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. എന്തിനാ? നിത്യതയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു റീ തിങ്കിങ്, ഒരു വിചിന്തനം, നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. അതാണ് മാനസാന്തരപ്പെടുക എന്ന് ഈശോ പറഞ്ഞത്. വേറൊന്നുമല്ല, മാനസാന്തരം, മനോഭാവത്തിനൊരു മാറ്റം വരുത്തണം. ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുണ്ടല്ലോ, ആ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തണം. ഇങ്ങനെ പോയാൽ ശരിയാകില്ല. ഞാൻ എൻ്റെ എന്നുള്ള അഹംഭാവമൊക്കെ വെടിഞ്ഞിട്ട് ഞാനെന്ന നിങ്ങൾ എളിയ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവിൻ. ഞാനെന്ന ഭാവം വെടിയുവിൻ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇനിയും അതിനവസരമുണ്ട്. നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് പറഞ്ഞാൽ സഹനമൊക്കെ ഉൾക്കൊള്ളും. സാരമില്ല. അതിന് പകരം നമുക്ക് പ്രതികരിക്കാം. ഈശോ പറഞ്ഞില്ലേ, നിന്റെ വസ്ത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നതിന് മേലങ്കി കൂടി കൊടുത്തേക്കുന്നു. സ്വയം ഇല്ലാതായി തിരികണം. നിന്നോടുകൂടി 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവനോടുകൂടി 2 മൈൽ ദൂരം പോകുക. ഇടത്തെ കർണത്തടിക്കുന്നവന് വലത്തെ കർണം കൂടി കാണിച്ചു കൊടുക്കുക. മാനുഷികമായി നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമുക്ക് ഞെരുക്കം ആവശ്യമുണ്ട്. നമ്മൾ താഴാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. ഈ വലതുവശത്ത് കിടന്ന കള്ളൻ സ്വയം താണു.
മാനസാന്തരപ്പെട്ടു എന്നെ കൂടി ഓർക്കണമേ കർത്താവേ, നിന്റെ രാജ്യത്ത് നീ എന്നോടുകൂടി പർദീസായിലായിരിക്കും. ഉള്ളവരെ, ഇപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ നവംബർ മാസത്തിൽ ഇത് അറിയാതെ കടന്നു പോകണം. യേശുവിനെ അറിയാതെ, ഈ കാഴ്ചപ്പാടില്ലാതെ ലോകത്തിന്റെ പണവും പ്രതാപവും കുടുംബ മഹിമയും ഞാനെന്ന ഭാവവും മറ്റുള്ളവർ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്തെല്ലാം രീതിയിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അപകരിച്ചെടുത്തും പീഡിപ്പിച്ചും ഇല്ലാതെയും കൊന്നും കൊലവിളിച്ചും വ്യഭിചരിച്ചും അശുദ്ധിയിലും പാപത്തിലും ഒക്കെ ജീവിച്ച് കടന്നുപോയവർ, അതാണ് ജീവിതമെന്ന് ധരിച്ചുകൊണ്ട് കടന്നുപോയവര്, അഹംഭാവത്തോടെ കടന്നുപോയവര്, തീർച്ചയായിട്ടും വലിയ വിശുദ്ധീകരണം അവർക്ക് ആവശ്യമാണ്. അവരാണ് സങ്കീർത്തനം 130 നിലവിളിക്കുന്നത്, ദൈവമേ അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു, എൻ്റെ യാചനയുടെ സ്വരം കേൾക്കണമേ. ഇന്നലെയൊക്കെ ചിന്തിച്ച പോലെ പ്രഭാതത്തിനു വേണ്ടി കാത്തിരിക്കുന്നു, പ്രകാശത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആത്മാക്കളും. അങ്ങനെ അനേകർ കടന്നു പോയിട്ട് നമുക്കറിയാം, അറിവില്ലായ്മയിലൂടെയാണ്. പക്ഷെ ദൈവം എബ്രായർ 12 പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കുന്നില്ല. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. വിദ്വേഷം കൊലപാതകത്തിന് തുല്യമാണെന്ന് പറയുന്നു. മറ്റുള്ളവരെ വെറുക്കുന്നത് നമ്മൾ കൊലപാതകം ചെയ്തതുപോലെയാണ്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഒരാളെ നമ്മൾ വെറുക്കുമ്പോൾ അവരെ നമ്മൾ കൊന്നു കഴിഞ്ഞു. ഈ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വരുമ്പോഴേ, അതാണ് കർത്താവ് കായനോട് ചോദിക്കുന്നത്, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? കാരണം എന്താ, അത്രയും നാളും പ്രസന്നമായ മുഖവും തിളക്കമുള്ള മുഖമായിരുന്നു. ഉള്ളിൽ ദൈവത്തിന്റെ ചൈതന്യം ഉണ്ടായിരുന്നു. അസൂയയുടെ ദുരാത്മാവ് ഉള്ളിൽ കയറിയപ്പോൾ അവന്റെ മുഖം കറുത്തു. അവന്റെ കണ്ണിൽ അസൂയയുടെ ജ്വലനമായി. ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ ജ്വലനമൊക്കെ പോയി. നമ്മളോടും ദൈവം ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താ നീ ഇങ്ങനെ കോപിച്ചിരിക്കുന്നത്? എന്താ നീ ഇങ്ങനെ പല്ല് കടിച്ചുകൊണ്ടിരിക്കുന്നത്? നീയും നന്മ ചെയ്താൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഇതാ നീ ശ്രദ്ധിക്കുന്നെങ്കിൽ പാപം വാതുക്കൽ പതിയിരിക്കുന്നു, അത് നിന്റെ മേൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഇത് നമ്മളോട് പറയുന്നുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യരായി നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് ഇന്ന് നന്മയും കരുണയും എന്ന് പൗലോസ്ലീഹ ഫിലേമോൻ എഴുതിയ ലേഖനമാണ്. ഒരു അധ്യായമേ ഉള്ളൂ. അതിൽ ഒനേസിമോസ് എന്നൊരു അടിമ, ഈ ഫിലോമോന്റെ അടിമയായിരുന്നു. അത് ഒളിച്ചോടിപ്പോയി. അടിമത്വം സഹിക്കാൻ മേലാഞ്ഞിട്ട് പീഡനമായിരുന്നു അടിമത്തത്തിൽ. ഈ ഫിലോമോൻ എന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ട് പിന്നീട് പൗലോസിന്റെ ഒരു സുഹൃത്തായിട്ട് മാറിയപ്പോൾ പൗലോസ് ഫിലോമോൻ എഴുതുന്ന, അതായത് ഈ ഫിലോമോന്റെ അടിമയായിരുന്നു ഒളിച്ചോടിപ്പോയി ഒനേസിമോസ് പൗലോസിനെ കണ്ടുമുട്ടി മാനസാന്തരപ്പെട്ടു. അവൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോക്കോളാം, എൻ്റെ പഴയ അടിമത്തത്തിലേക്ക് ഞാൻ സ്വയം ഇല്ലാതായി തീർന്നോളാം. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് മാറി. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ഒരു അടിമയായി തിരിച്ചു പൊക്കോളാം എൻ്റെ പഴയ യജമാനന്റെ അടുത്തേക്ക്. അപ്പോൾ ഈ പൗലോസ് ഈ ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. ഈ ഒനേസിമോസിന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. ഈ വരുന്ന കത്തുമായി നീ വരുന്ന ഇവനുണ്ടല്ലോ, ഇവൻ പണ്ട് നിന്റെ അടിമയായിരുന്നു, അവൻ നിന്റെ സ്വന്തമായിരുന്നു, അവൻ നീ അറിയാതെ അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നവനാണ്, അങ്ങനെ വരുന്നവരെ കൊല്ലുന്നൊക്കെ നിയമമാണെന്ന്. പക്ഷെ ഇപ്പോൾ ഫിലോമോന് മാനസാന്തരപ്പെട്ടു, അവന്റെ അടിമയും മാനസാന്തരപ്പെട്ടു. ഇത് പറയാണ്, ഇതാ അവന് ഞാൻ ഈ ജയിലിൽ കിടക്കുമ്പോൾ, റോമിലെ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ അവനെ പരിചയപ്പെട്ടു. അവൻ യേശുവിൻ്റെതായി മാറി, ക്രിസ്തുവിൻ്റെതായിട്ട് മാറി. നീയും ക്രിസ്തുവിൻ്റെതാണല്ലോ, അതുകൊണ്ട് നീ അവനൊരു അടിമയെ പോലെയല്ല, നീ അവനെ ഒരു സഹോദരനെ പോലെ കാണണം. ഇതാ ഞാൻ അവനെ നിന്റെ അടുക്കലേക്ക് മടക്കി അയക്കുകയാണ്. ആമേൻ. ഈ ഭൂമിയിലെ തിരുസഭയിലൂടെ നമുക്ക് ഓരോരുത്തർക്കുള്ള ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള വലിയൊരു ഉത്തരവാദിത്തം. എത്രയോ പേരോടാണ് നമുക്ക് ക്ഷമിക്കാനുള്ളത്. നമ്മളവരോട് ക്ഷമിച്ചു കഴിയുമ്പോൾ നാം അവരെ ദൈവമക്കളാക്കി ദൈവസന്നിധിയിലേക്ക് തിരികെ വിടുകയാണ്, അവരെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. മത്തായി 5:43-45 വരെയുള്ള സുവിശേഷത്തിലെ ഏറ്റവും ഉന്നതമായ വചനം എന്ന് ഞാൻ പറയും. മാനസാന്തരത്തിന്റെ ഫലങ്ങളാണത്.
അപ്പോൾ ഈ ഫിലമോനെ തിരിച്ചയക്കുന്ന നമ്മളോട്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ ഒന്നിലും ആനന്ദിക്കാനല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദം. റോമർ 14 പൗലോസ് പറയുന്നുള്ള ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. റോമർ 14:17 ദൈവരാജ്യം എന്നാൽ ഗാഡ്സ് കിങ്ഡം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കുന്ന, അല്ലെ? അമേരിക്ക രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഭരണകൂടത്തിന് കീഴിൽ അമേരിക്കൻ നിയമം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അമേരിക്കൻ പൗരത്വം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ വച്ച് നമ്മളെ ദൈവവചനം പാലിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് വസിക്കുമ്പോൾ നാം ദൈവരാജ്യത്തിലാണ്. ഇന്ത്യയിലോ ഇറാഖിലോ ഏറ്റവും ലോകത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലത്തോ എവിടെ ആയിക്കൊള്ളട്ടെ, നമുക്ക് ദൈവരാജ്യത്തിലാകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവവചനം അനുസരിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിന്റെ നിയമങ്ങളാണ് ദൈവവചനങ്ങൾ. ഇന്ന് ഷിക്കാഗോയിൽ നിന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഇല്ലിനോയ് സ്റ്റേറ്റിന് വേണ്ടി മേരി ജേക്കബ് നമ്മളെ ഓർപ്പ് സങ്കീർത്തനം 119 അവിടെ മുഴുവനും ദൈവവചനം പാലിക്കുന്നതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ചും നമ്മൾ എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ വഴിയിലാവുക എന്ന്, ഒരു യുവാവ് എങ്ങനെയാണ് ദൈവരാജ്യത്തിലാകുക. 119:9 പറയുന്നുണ്ട്, യുവാവ് എങ്ങനെയാണ് ജീവന്റെ മാർഗത്തിലേക്ക് വരിക. അവിടെ പറയുന്നുണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്. നമ്മളിത് കേട്ടതാണ്. ദൈവത്തിന്റെ വചനങ്ങൾ പാലിക്കാൻ യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട്. അങ്ങയുടെ വചനം ദൈവരാജ്യത്തിന്റെ കൽപ്പനകളാണ്. അമേരിക്കയിലല്ലേ ഇന്ത്യയിൽ നമ്മൾ നിയമം പാലിക്കുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ നിയമങ്ങളും നമ്മൾ പാലിക്കുമ്പോൾ maybe we are citizens of United States of America or India or any other nations. But if we are keeping the word of God, then we are also citizens of God's kingdom. അതാണ്. ഏത് രാജ്യത്തിലും ആയിരിക്കട്ടെ, നമ്മൾ ദൈവവചനം പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ ആത്മാവിൽ, യോഹന്നാൻ 14 ഇന്ന് നമ്മൾ ചിന്തിച്ചു, ദൈവവചനം പാലിക്കുന്നവനെ ദൈവം സ്നേഹിക്കും, അവന്റെ ആത്മാവിൽ അവനോട് ആത്മീയമായിട്ട് എൻ്റെ വചനം പാലിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ പിതാവും പുത്രനും അവനിൽ വന്ന് വാസമുറപ്പിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ വിശുദ്ധരുടെ ഗണത്തിലാണ്. നിത്യതയിലേക്ക് കടന്നു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട. കുരിശെടുത്ത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വയം പരിത്യജിച്ച് ഇല്ലാതായി, മറ്റുള്ളവരെന്നെ നിന്ദിക്കുകയാണ്, എന്നെ ഉപദ്രവിക്കുകയാണ്, എൻ്റെ അവകാശങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല, സാരമില്ല, അതെല്ലാം ദൈവം എനിക്ക് അനുവദിച്ച ഞെരുക്കങ്ങളാണ്. നിത്യത്തിലേക്ക് പ്രവേശിക്കുവാനായി ദൈവം എനിക്ക് അനുവദിച്ച ഞെരുക്കങ്ങളാണ്. എനിക്കുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഭൂമിയിൽ ആരിലൂടെ എന്തിലും അങ്ങനെയാകട്ടെ, രോഗങ്ങളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, മറ്റുള്ളവരുടെ അവഗണനയായിരിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാത്തതായിരിക്കാം, അതെൻ്റെ ഞെരുക്കത്തിൻ്റെ വഴിയാണ് നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ. അത് ഞാൻ സ്വീകരിക്കട്ടെ, ഞാൻ സ്വയം ഇല്ലാതായി തീരട്ടെ, എൻ്റെ സഹനങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, എൻ്റെ സഹനം, എൻ്റെ ബുദ്ധിമുട്ടുകളെ ഇന്നാര് തന്നതാണ് എനിക്ക് പ്രശ്നമെന്ന് പറയാതിരിക്കട്ടെ. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊരു സഹനവും ഇല്ല. എൻ്റെ ഭർത്താവോ എൻ്റെ ഭാര്യയോ എൻ്റെ അമ്മായിമ്മയോ നാത്തൂനോ ജോലിസ്ഥലത്തോ ഈ ലോകത്തിൽ ആരും തന്നതല്ല. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊരു ഞെരുക്കമില്ല, എനിക്കൊരു സഹനമില്ല. അതൊരു ദൈവം തന്നതാണ്. എനിക്ക് നിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളൊരു വഴിയാണത്. ഞാനത് ഉയർത്തിപ്പിടിക്കും, അതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ സഹനങ്ങളെയോർത്ത്, എൻ്റെ രോഗങ്ങളെയോർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതുമൂലമാണല്ലോ ഞാൻ അങ്ങയെ കണ്ടെത്താൻ ഇടയായത്. സങ്കീർത്തനം 119 തന്നെ 71 ദാവീദ് പറഞ്ഞല്ലോ, ദുരിതങ്ങളെല്ലാം ദൈവമേ എനിക്ക് ഉപകാരമായല്ലോ. ദുരിതങ്ങളെല്ലാം, എൻ്റെ ഞെരുക്കങ്ങളെല്ലാം ഈ ഭൂമിയിൽ ആര് തന്നതായിക്കോട്ടെ, ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായല്ലോ. അതുമൂലമാണല്ലോ ഞാൻ ദൈവമേ നിന്നെ അറിയാൻ ഇടയായത്. അതുമൂലമാണല്ലോ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാൻ പറയുന്നത് മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണെന്ന് ലൂക്ക
സുവിശേഷം 17:20 ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് പരിസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടിയല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതായത് ദൈവ ആത്മാവായി നമ്മളിൽ വസിക്കുന്നതാണ് ദൈവരാജ്യം. ഇപ്പോൾ തന്നെയുണ്ട്. ദൈവ ആത്മാവായി നമ്മളിൽ വസിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലാണ്, നമ്മൾ നിത്യത്തിലേക്കുള്ള വഴിയിലാണ്. ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിവസങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. ഇതാ ഇവിടെ എന്ന് അനേകം നിങ്ങളോട് പറയും. അപ്പം നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും അരുത്. ആകാശത്തിന്റെ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായ പുറമെന്നല്ല, ആ അടയാളം ഈ അടയാളമൊന്നുമല്ല. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ദൈവം നമ്മുടെ ആത്മാവിൽ സ്നേഹമായി വസിക്കുന്ന ഒരു ദൈവമായി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ആ ദൈവമാണ് നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുക. പ്രിയമുള്ളവരെ, ഈശോയുടെ ദൈവികാരന്റെ ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിക്കാം. സ്വയം ഇല്ലാതായി തീരുന്ന നിത്യതയുടെ വഴിയിലാണ് നമ്മൾ. അതോ ആ സഹനങ്ങളെ ഉയർത്തിപ്പിടിക്കുക. കുരിശെടുത്ത് അനുദിനം എൻ്റെ പിന്നാലെ വരട്ടെ. പരിശുദ്ധ പരമാദീവകാരുണ്യനാഥനായ സ്വയം ചെറുതായി ഇത്ര ചെറുതാകാൻ, ഒരു അപ്പകഷണമായി എളിമപ്പെടാൻ, ഇത്ര ചെറുതാകാൻ ഞാൻ ഇനിയും ആത്മീയമായിട്ട് എത്രയോ വളരേണ്ടിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, പരിശുദ്ധ പരമദീവകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.